എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ നമുക്കിന്ന് മിന്ത്ര ഹോൾ ആൻഡ് റിവ്യൂ അങ്ങനെ ഒരുമിച്ചുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരു 4-5 ചെരുപ്പുകളുണ്ട്, പിന്നെ കുറച്ച് ലൊട്ടിലൊടുക്ക് സാധനങ്ങളുണ്ട്, കുറച്ച് ഡ്രസ്സുണ്ട്. ആദ്യം നമുക്ക് ചെരുപ്പ് നിന്ന് തുടങ്ങാം. അപ്പോൾ ഈ ചെരുപ്പുകൾ എന്ന് പറയുന്നത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യണതാണ് കേട്ടോ. ഫസ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഈ ഒരു ചെരുപ്പാണ്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നി. ഇത് പംസ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിൽ കണ്ടോ ഇതേപോലെ ഇങ്ങനെ കവർ ചെയ്യണതാണ് കേട്ടോ. ബാക്കിൽ ഇലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ സൈസ് വന്നിട്ട് അത് നമുക്ക് നോക്കാം. നമുക്കറിയാമല്ലോ നമ്മുടെ ഇന്ത്യൻ സൈസ് എത്രയാണെന്ന്. അത് അതിൽ എഴുതിയിട്ടുണ്ടാവും. നമ്മുടെ പാകമുള്ളൊരു ചെരുപ്പ് ഏതാണെന്ന് നോക്കി അതിൻ്റെ പിന്നിൽ നോക്കിയാൽ ഉണ്ടാവും കേട്ടോ. എൻ്റെ ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് 37 എന്നാണ്. ചിലപ്പോൾ 36 ആവാറുണ്ട് ഓരോ ബ്രാൻഡിനനുസരിച്ച്. അതായത് 36 അല്ലെങ്കിൽ 37. പിന്നെ UK സൈസ് ആണെങ്കിൽ 4 അല്ലെങ്കിൽ 5. എൻ്റെ പൊതുവെ കുറച്ചും കൂടി ഒന്ന് ചെറിയ കാലാണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് സൈസ് കിട്ടാനുണ്ട്. ഭയങ്കര വലിയ കാലാണെങ്കിലും ഭയങ്കര ചെറിയ കാലാണെങ്കിലും നമുക്ക് സൈസ് കിട്ടാൻ ഇത്തിരി പാടാം. അപ്പോൾ ഈ പംസ് നോക്കുകയാണെങ്കിൽ ന്യൂഡ് ഷെയ്ഡാണ് അതൊന്ന്. അതുകൊണ്ട് തന്നെ എല്ലാ ഔട്ട്ഫിറ്റിൻ്റെ ഒപ്പം നന്നായിട്ട് ചേരും എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ കാല് ഇതേപോലെ ഇങ്ങനെ കവർ ചെയ്യല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മുടെ കാലങ്ങനെ കാണുന്നില്ല. അപ്പോൾ കുറച്ചെങ്കിലും നമുക്കിങ്ങനെ ഒരു ഇൻസെക്യൂരിറ്റീൻ്റെ നമ്മുടെ കാല് അത്ര രസമില്ല അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ സേഫാണ്. എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ ചെരുപ്പ്. പിന്നെ ഹീൽസ് അധികം ഇല്ല കേട്ടോ. ഞാൻ ഇത്ര ചെറിയ ഹീൽസ് ഇടുന്ന ഒരാളല്ല. 2 ഇഞ്ചേ ഉള്ളൂ കേട്ടോ. പക്ഷേ നല്ല കംഫർട്ടബിളാണ്. അപ്പോൾ നമുക്ക് സാരിയൊക്കെ ഉടുത്ത് കുറച്ച് നടക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഏട്ടൻ്റെ കോൺവെക്കേഷന് ഞാൻ സാരി ഉടുത്തിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ ആ സമയത്ത് ഇതായിരുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ചെരുപ്പ്. ഒരു 1000 രൂപേനെ കണ്ണും താഴെയാണ് കേട്ടോ ഇതിൻ്റെ വിലയിൽ. ബെസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് യൂസ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ മഴയത്ത് തന്നെ ഒരു 10-15 തവണയെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ടും ഞാൻ കുറേ നാൾ യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ചെരുപ്പാണ് കേട്ടോ. അടുത്തത് സ്നീക്കേഴ്സാണ്. വെള്ള സ്നീക്കേഴ്സ് ഒരുമാതിരി കരിപിടിച്ച തത്തമ്മയായിട്ടുണ്ട്, നല്ലോണം അഴുക്കായിട്ടുണ്ട്. ഇനി കൊടുക്കണം. നമുക്ക് തൃശ്ശൂർ ഇപ്പോൾ ഇങ്ങനത്തെ ഷൂസും ചെരുപ്പൊക്കെ വാഷ് ചെയ്ത് നല്ല പുത്തം പുതിയതാക്കി തരുന്ന സ്ഥലം ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ അങ്ങനെ കൊടുത്തിട്ടില്ല, ഞാൻ തന്നെ കഴുകാറുള്ളത്. പക്ഷേ സ്നീക്കേഴ്സ് ആകുമ്പോൾ പുറത്ത് കൊടുത്ത് കഴുകി തരുമ്പോൾ അവർ നന്നായിട്ട് ചെയ്തു തരുമല്ലോ, പുത്തം പുതിയതാക്കി തരുമല്ലോ. ഇത് HRXൻ്റെ ആണ്, അതായത് ഹൃതിക് റോഷൻ്റെ ബ്രാൻഡാണ് കേട്ടോ. പക്ഷേ ഡിസ്കൗണ്ട് സമയത്ത്, അതായത് ഈ മിന്ത്രയിൽ സെയിലൊക്കെ വരില്ലേ, അപ്പോൾ അടിപൊളിയാണ്. ഇതിന് ശരിക്കും 700 റുപ്പീസ് ഒക്കെയാണ്. ഞാൻ ഇത് കുറേ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല. മഴയത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് മഴയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഇതാണെങ്കിലും മഴയത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല, പക്ഷെ എന്നാലും യൂസ് ചെയ്തിട്ടും കേടൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഒരു വൈറ്റ് സ്നീക്കേഴ്സ് മസ്റ്റാണ്. മിന്ത്രയിൽ സെയിൽ വരുന്ന സമയത്ത് ഈ HRX ബ്രാൻഡ് ഒന്ന് നോക്കൂ, ഹൃതിക് റോഷൻ്റെ ബ്രാൻഡ് ഒന്ന് നോക്കൂ. ഈ ജിം വെയർസും അത്യാവശ്യം നല്ലതുണ്ട്. ഈ ഇങ്ങനത്തെ സ്നീക്കേഴ്സൊക്കെ അടിപൊളിയായിട്ടുള്ളതുണ്ട്. ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. വിലയും നമുക്ക് നല്ല കുറവിൽ കിട്ടുന്നതാണ്. അടുത്തത് ഞാൻ ഒരു സ്നീക്കേഴ്സും കൂടി മേടിച്ചു. ഇതും ഡിസ്കൗണ്ട് ഉണ്ടായിരുന്ന സമയത്ത് ഇത് ഞാൻ കുറച്ചധികം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ അടുത്ത് മുംബൈയിലൊക്കെ ഡൽഹിയിൽ പോയ സമയത്തൊക്കെ ഇത് ഞാൻ യൂസ് ചെയ്തിരുന്നതാണ്. ഇതും 500-600 റേറ്റിലുള്ളതാണ്. പക്ഷെ നല്ല രസമില്ലേ കാണാനായിട്ട്, പല പല കളേഴ്സൊക്കെ ആയിട്ട് നല്ല കംഫർട്ടബിളും ആണ്. ഇതെല്ലാം നല്ല സുഖമാണ് ഇടാനായിട്ട്. ഇതും മിന്ത്രയിൽ സെയിലുള്ളപ്പോഴാണ് ഞാൻ മേടിച്ചത്. മിന്ത്രയിൽ സെയിൽ വരുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. അറിയില്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റയിൽ സ്റ്റോറീസിലൊക്കെ വന്ന് പറയാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ കുത്തിയിരുന്ന് നോക്കുകയാണെങ്കിൽ നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും. ഞാൻ അങ്ങനെ മിന്ത്രയിൽ നിന്നൊക്കെ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ, അല്ലാണ്ട് സെയിലില്ലാത്ത സമയത്ത് ഞാൻ മേടിക്കാറില്ല. കാരണം ഇത്തിരി എക്സ്പെൻസീവ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മിന്ത്രയിലെ പ്രോഡക്ട്സ്. പക്ഷേ സെയിലുള്ള സമയത്താണെങ്കിൽ നമ്മളിങ്ങനെ കുത്തിയിരുന്ന് ഓരോന്ന് എടുക്കുമ്പോൾ പ്രൈസ് ലോവസ്റ്റ് എന്ന് എടുത്ത് നോക്കും, ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് എന്ന് എടുത്ത് കൊടുക്കും. കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം, പക്ഷെ നല്ല അടിപൊളി സാധനങ്ങൾ കിട്ടും. അടുത്തത് ഇതൊരു 2-3 വർഷം മുമ്പ് ഞാൻ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. മെട്രോൻ്റെ ആണിത്. പക്ഷേ മിന്ത്രയിൽ നിന്നാണ് മേടിച്ചത്. ഇത് ഞാൻ മേടിക്കാനുള്ളൊരു കാരണം എന്ന് പറയുന്നത്, ഇത് ദുർഗാകൃഷ്ണയുടെ ഒരു ഇൻസ്പയർഡ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയപ്പോൾ ദുർഗാകൃഷ്ണ ഈ എക്സാക്ട് സെയിം ചെരുപ്പ് മേടിച്ചിട്ടുണ്ട് കേട്ടോ, അടയിലുണ്ട്. അപ്പോൾ ഇൻസ്പയർഡ് ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ തപ്പി നോക്കിയപ്പോഴാണ് ഇത് മെട്രോൻ്റെ ആണ്, മിന്ത്രയിലുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ ട്രാക്ക് ചെയ്ത് വില കുറവ് വരുന്ന സമയത്ത്, ഇത് പക്ഷേ അധികം വില കുറവൊന്നുമില്ല കേട്ടോ, 1000-ന് മീതെയുണ്ട്. പക്ഷെ 2 വർഷമായിട്ട് യൂസ് ചെയ്തിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. എനിക്കൊരു സ്ട്രോങ് ആണ്. ഇതും ഞാൻ മഴയത്തും വെയിലത്തും ഒക്കെ കുറേ മാറി യൂസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ സ്റ്റാൻഡേർഡ് ഹീൽസ് എന്ന് പറയുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5 5.5 മിനിമം കാണും കേട്ടോ. 5.5-6 ഒക്കെ കാണും. അത്രയ്ക്ക് വലിയ ഹീൽസാണ്. പക്ഷേ ഇതിട്ടിട്ട് നമുക്ക് അത്യാവശ്യം നടക്കാനൊന്നും കുഴപ്പമില്ല. ഫുൾ ഡേ ഒക്കെ ഞാൻ ഇത് ഇട്ടിട്ടുണ്ട് ഷൂട്ടിൻ്റെ സമയത്ത്. ഈ ഓണം വിഷുവൊക്കെ വന്നാൽ ഇതാണ് ഞാൻ സ്ഥിരം ഷൂട്ടിന് ഇടുക. അപ്പോൾ നല്ല ഹൈറ്റ് തോന്നിക്കും. നമുക്ക് പാവാടയൊക്കെ ഇടുന്ന വെച്ചാൽ ഇത് കവർ ചെയ്യുകയും ചെയ്യും. ഒറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിങ്ങനെ ഫ്രണ്ടിൽ കവർ ചെയ്യണതല്ല, അപ്പോൾ നമ്മുടെ കാലുകൾ കാണും. അത് കുഴപ്പമില്ല. അത് എന്നാലും ഇങ്ങനെ ഒരു കവറേജ് ഉള്ള കാരണം നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. നല്ല ചെരുപ്പാണ് കേട്ടോ. വില ഉണ്ടെങ്കിലും
ഹീൽസ് ഉള്ള ഒരു ചെരുപ്പാണ് നോക്കണമെങ്കിൽ ഇനി നിങ്ങൾ ബ്രൈഡ്സ് ഒക്കെ ആണെങ്കിലും ഇത് പറ്റും. പക്ഷെ പ്രാക്ടീസ് വേണം. ഹീൽസ് ഓൾ ഓഫ് എ സഡൻ ഇട്ടാൽ അങ്ങനെ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമുക്ക് ഇത്രയെങ്കിലും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഈ ഹീൽസ് അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണ്, നല്ല ചെരുപ്പാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. അടുത്തത് ഈ ചെരുപ്പാണ് കേട്ടോ. ഇത് അത്ര കംഫർട്ടബിൾ ഒന്നും അല്ല, പക്ഷെ എന്നാലും ഹീലിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഇത് പല കളേഴ്സിലും അവൈലബിൾ ആണ്. ഞാൻ വൈറ്റ് ആണ് കേട്ടോ എടുത്തത്. ഇത് 37 പക്ഷെ എനിക്ക് കുറച്ച് ലൂസാണ് കേട്ടോ. പക്ഷെ ഞാൻ റിട്ടേൺ ചെയ്യാൻ നിന്നില്ല, കാരണം നല്ല സുഖം ഇടാനായിട്ട്. ഇങ്ങനെ ഫ്ലിപ്പിൻ ചെയ്താൽ മതിയല്ലോ. ഹീൽ ഇത്തിരി കഠിനമാണ്, പക്ഷെ ഷൂട്ടിൻ്റെ സമയത്തൊക്കെ ഇടാറുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും, ഹൈറ്റ് ഇല്ലാത്തത് ഇപ്പം എൻ്റെ കുറ്റമല്ലല്ലോ. അപ്പോൾ നമുക്ക് ഹൈറ്റ് തോന്നിയാൽ ഹീൽസ് ഇട്ടാലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കമൻസിൽ കുറേ പേര് ഇങ്ങനെ പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ, അവർക്ക് ഹൈറ്റ് കൂടുതലാണ്, ഹൈറ്റ് കുറയ്ക്കാൻ എന്താ ചെയ്യും. ഞാൻ വിചാരിക്കും, ഈശ്വര അങ്ങനെ ഹൈറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ അങ്ങനെ ആരെങ്കിലും ആലോചിക്കുമെന്ന് എനിക്കിങ്ങനെ തോന്നും. പക്ഷെ ഓരോരുത്തർക്കും ഓരോ ഇതാണല്ലോ ഇഷ്ടമുണ്ടാവുക. ഞാനെപ്പോഴും ഇങ്ങനെ ഹൈറ്റ് എന്ത് ചെയ്യും, ഹൈറ്റ് കൂട്ടാൻ വല്ല വഴിയുണ്ടോ, അങ്ങനെയൊക്കെ ഞാൻ ആലോചിക്കുന്നത്. എസ്പെഷ്യലി ഈ സമയത്ത്. പണ്ടൊന്നും എനിക്കിങ്ങനെ ഹൈറ്റ് കുറവാന്ന് എനിക്ക് അങ്ങനെ തോന്നിയിരുന്നില്ല. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു മേ ബി നമ്മൾ ഈ ഫീൽഡിലായതുകൊണ്ടും നമ്മളങ്ങനെ നല്ല പൊക്കളുള്ള ആളുകളൊക്കെ ഇങ്ങനെ കൂടുതൽ ശ്രദ്ധിക്കുന്നത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും, ഹൈറ്റ് ഉണ്ടായിരുന്നത് നല്ലതായിരുന്നല്ലോ എന്നുള്ളത്. പക്ഷേ ഹീൽസ് ഉള്ളിടത്തോളം നമുക്കതൊരു പ്രശ്നമില്ല, നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഞാൻ വെറുതെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വളരെ ഹീലില്ലാന്ന് കൂടി പറയാൻ പറ്റില്ല, ഫ്ലാറ്റ്സ് അല്ലെങ്കിൽ സ്നീക്കേഴ്സ് ഇടാറുള്ളൂ ഞാൻ. ഇതിങ്ങനെ ഇട്ട് നടക്കാനൊന്നും പറ്റില്ല. ഷൂട്ട് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം ഹീലുള്ളത്, എസ്പെഷ്യലി സാരി ഉടുക്കുമ്പോൾ ഞാൻ ഭയങ്കര ചെറുതായിട്ട് തോന്നിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് ഇങ്ങനത്തെ ഹീൽസ് ഇടും കേട്ടോ. മിന്ത്രയിൽ നല്ല ഹീൽസ്, നല്ല ഓപ്ഷൻസ് ഉണ്ട്. ജസ്റ്റ് സെയിലുള്ള സമയമാണോ എന്ന് നോക്കിയാൽ മതി. പിന്നെ ഇതാ ഈ ജോഗേഴ്സാണ് കേട്ടോ. ഇത് മിന്ത്രയിൽ നിന്നുള്ളതാണ്. ഇതും ഡിസ്കൗണ്ടിൽ സെയിൽ വന്ന സമയത്ത് ഞാൻ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു 800 റുപ്പീസിൻ്റെ അടിപൊളി സാധനമാണ്. അടിപൊളി ഒന്നും പറയാല്ല കേട്ടോ. ഇത് ബേവക്കൂഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ആണ്. ഇത് ഞാൻ നോക്കട്ടെ കേട്ടോ, മിന്ത്രയിലാണോ അതോ ഇനി വേറെ ഏതിലെങ്കിലും ആണോ ഉണ്ടാവുക. ബേവക്കൂഫ് മിന്ത്രയിലുണ്ടോ? അപ്പോൾ ഈ ബേവക്കൂഫ് എന്ന് പറഞ്ഞ ഈ ബ്രാൻഡ് ഉണ്ടല്ലോ, ഇത് അവർക്ക് സ്വന്തമായിട്ടും വെബ്സൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ മിന്ത്രയിൽ നിന്ന് നമുക്ക് മേടിക്കാം കേട്ടോ. പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു കേട്ടോ. ഇത് ഞാൻ മിന്ത്രയിൽ നിന്ന് മേടിച്ചിട്ട് പിന്നെ ഞാൻ ബേവക്കൂഫ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ നിന്ന് വേറെയും ഞാൻ പിന്നെ മേടിക്കുകയുണ്ടായി. എനിക്ക് നല്ല ഇഷ്ടം, അവരുടെ ജോഗേഴ്സൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ ഡൽഹി എയർപോർട്ടിൽ പോയ സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്ക് കുറച്ചെങ്കിലും തണുപ്പുള്ളൊരു സ്ഥലമാണെങ്കിലൊക്കെ അടിപൊളിയാണ്. ഉള്ളിൽ ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അത്യാവശ്യം പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. ഞാൻ മേടിച്ചിരിക്കുന്ന സൈസ് വന്നിട്ട് എക്സ്ട്രാ സ്മോളാണ് കേട്ടോ. 60% കോട്ടനും 40% പോളിസ്റ്ററുമാണ് പറയുന്നത്. പക്ഷേ നല്ല സൂപ്പർബാണ് കേട്ടോ, അടിപൊളിയാണ്. ഇത് ഞാൻ പിന്നീട് ജിമ്മിലേക്ക് ഇട്ട് തുടങ്ങി കേട്ടോ. ഞാൻ ആദ്യം ഇങ്ങനെ ടൈറ്റ് പാൻസ്, അങ്ങനെ നമ്മുടെ ജിം വെയർസ് ഇല്ലേ, അതാണ് കേട്ടോ ഇടാറുള്ളത്. അതും ഇങ്ങനെ അങ്ങനത്തെ അതിനെ പറ്റിയ ടീഷർട്ട്സ് അങ്ങനെ ഇടാറുള്ളത്. പക്ഷേ എനിക്ക് എൻ്റെ ബോഡി ഇത് നോക്കുമ്പോൾ ഈ ഭാഗമൊക്കെ സൈഡൊക്കെ കുറവാണ്. ഞാൻ മൊത്തത്തിൽ ഭയങ്കര വണ്ണം കുറവല്ലേ, എൻ്റെ കാലിൻ്റെ വണ്ണമൊക്കെ ഭയങ്കര കുറവല്ലേ. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തോന്നി, ഓക്കെ ഇങ്ങനത്തെ ആയിരിക്കും എനിക്ക് കൂടുതൽ ചേരുക. ടൈറ്റ് ആയിട്ടുള്ള ടീഷർട്ടും ഇങ്ങനത്തെ ജോഗേഴ്സ് ഇട്ടാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതിനെക്കാട്ടും കൂടുതൽ ഭയങ്കര കംഫർട്ടബിൾ, ഇടാനും ഊരാനൊക്കെ നല്ല സുഖമല്ല. മറ്റതുപോലെ ഇങ്ങനെ വലിച്ച് കയറ്റൊന്നും വേണ്ടല്ലോ. അപ്പോൾ ആ രീതിക്ക് ഇത് അടിപൊളിയാണ് കേട്ടോ, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതിന് ബ്ലാക്ക് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, പിങ്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഇത് എയർപോർട്ട് ലുക്ക് എന്നുള്ള രീതിയിലും ഈവൻ ട്രെയിനിൽ പോവുകയാണെങ്കിലും ഒക്കെ സൂപ്പർബാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ പിള്ളേർക്ക് ഈ ഒരു കൊറിയൻ വൈബ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തതും പിന്നെ അവർ ലൂസായിട്ടുള്ള ടീഷർട്ട് ഇടും കേട്ടോ. അത് സ്റ്റൈൽ ചെയ്യാൻ കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കോൺഫിഡൻസും അങ്ങനത്തെ ഒരു വൈബ് ആവണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പക്ഷേ ലൂസ് ടീഷർട്ടൊക്കെ ഇടുമ്പോൾ എന്നെ അതിനകത്ത് തപ്പി നോക്കേണ്ട അവസ്ഥയാണ്. പക്ഷേ ഞാനിപ്പോൾ അതിനെ ഒരു കംഫർട്ട് കാരണം ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ജോഗേഴ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ, നല്ലതാണ്. പിന്നെ ഈ ബേവക്കൂഫ് എന്ന് പറഞ്ഞ ബ്രാൻഡ് അത് മിന്ത്രയിലുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മിന്ത്രയുടെ ലിങ്ക് തന്നെ ഇടാം. അവരുടെ കുറച്ച് ഓവർ സൈസ് ടീഷർട്ട് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അനിയനും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഡെഡ് ലിഫ്റ്റ് എന്ന് എഴുതിയിട്ടില്ല. അവനിപ്പോൾ ഭയങ്കര ജിമ്മാണ്. പക്ഷേ അവനുണ്ടല്ലോ ഈ അടുത്താണ് ജിമ്മിൽ പോയി തുടങ്ങിയത്. പണ്ട് സ്ഥിരമായിട്ട് പോയിട്ടുണ്ടായിരുന്നു, അത് വർഷങ്ങൾക്ക് മുമ്പ്. പിന്നീട് അവൻ നിർത്തി. പിന്നീട് അവൻ കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു. അങ്ങനെയല്ല, പിന്നീട് നന്നായിട്ട് ഫുഡൊക്കെ കഴിക്കും, അങ്ങനെ ഒന്നും നോക്കില്ല, എക്സസൈസ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ പറയും, ജിമ്മിൽ പോടാ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ അവസാനം ചേർന്നു. പക്ഷേ അവൻ എന്നെക്കാളും നന്നായി ചെയ്യും. ഞാനിപ്പോൾ ഇത്ര വർഷമായിട്ട് ചെയ്യുന്നതല്ലേ, എന്നെക്കാട്ടിലും അടിപൊളിയായിട്ട് പുഷപ്പൊക്കെ എടുക്കും. അവൻ
ലൈക്ക് ഒറ്റടിക്ക് 20 പുഷപ്പ് നല്ല സൂപ്പർബായിട്ട് എടുക്കും. ഞാൻ ഒറ്റടിക്ക് 20 പുഷപ്പ് ഇപ്പം ഈ അടുത്താണ് എടുത്തു തുടങ്ങിയത്. ഇതിനെക്കാട്ടും മുന്നൊരു 12, 13, 15 വീതം 3 സെറ്റ് പിന്നെ എടുത്തു. പക്ഷേ 20 ഒറ്റടിക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് പറ്റില്ല. പക്ഷെ അവന് ട്രൈ ചെയ്താൽ ഇനിയും പറ്റും കേട്ടോ. അപ്പോൾ അതിലൂടെ ഞാൻ പറഞ്ഞ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ, കുറച്ച് പേർക്കെങ്കിലും ഡൗട്ട് ഉണ്ട്, നമ്മൾ സ്ത്രീകൾ വർക്കൗട്ട് ചെയ്ത ആണുങ്ങളെ പോലെ മസിലാവുമെന്ന്. ഒരിക്കലും ആവില്ല. കാരണം ആണുങ്ങൾക്ക് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വർക്കൗട്ട് ചെയ്യുമ്പോൾ അവരെന്നെ വർക്കൗട്ട് ചെയ്തിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ബോഡി ബിൽഡേഴ്സ് അല്ലെങ്കിൽ ഫിറ്റ്നസ് എന്തൂസിയാസ്റ്റുകളാണെങ്കിൽ അവർക്ക് തന്നെ നോക്കിയാൽ ഭയങ്കര കട്ട ബോഡിയൊന്നും ഉണ്ടാവില്ല. അതിനനുസരിച്ചുള്ള വേറെ കാര്യങ്ങളൊക്കെ അവർക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ സ്ത്രീകൾക്ക് ഇങ്ങനെ ഈ കുഞ്ഞു മസിലൊക്കെ ഉണ്ടാവുന്നതല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടാവില്ല. അത് നല്ലതുമാണ്. നമ്മുടെ ബോഡിക്ക് മസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീകൾക്ക് ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ തന്നെ മസിൽ മാസ് കുറഞ്ഞു വരും. അപ്പോൾ അത് നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യണം. അപ്പോൾ അത് നമ്മുടെ ഭാവിയിലേക്ക് അത് ഗുണം ചെയ്യും. അതെല്ലാത്തിനും നമ്മുടെ പീരിയഡ്സ് ഒക്കെ കറക്റ്റ് ആവാനും അങ്ങനത്തെ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ, അതല്ലെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ബോഡിയിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടതാണ് മസിൽ മാസ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യണത്. അതല്ലെങ്കിൽ അവിടെ വേദന, ഇവിടെ വേദന, ഇങ്ങനെ വേദന, അങ്ങനെ വേദന, അങ്ങനത്തൊക്കെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് മേടിച്ചിരിക്കുന്നത് എന്താണ്, എക്സ്പ്ലോർ ദ യൂണിവേഴ്സ് എന്നാണ് എഴുതിയിരിക്കണേ. പിന്നിലാണ് കേട്ടോ പ്രിൻ്റ് ഉള്ളത്. ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. ഫ്രണ്ടിൽ സിമ്പിളായിരിക്കും, പിന്നിലായിരിക്കും പ്രിൻ്റ് ഉള്ളത് കേട്ടോ. അതേപോലെ തന്നെയുള്ള ടീഷർട്ടാണ് കേട്ടോ ഇത്. പക്ഷെ ഇതെന്ന് വെച്ചാൽ റെഗുലർ സൈസാണ്. എക്സ്ട്രാ സ്മോളിൻ്റെ റെഗുലർ സൈസ്. അതിന് എനിക്ക് ഇങ്ങനെയാണ് ഓവർ സൈസ്ഡ് ആയിട്ടാണുള്ളത്. ഇത് ഓവർ സൈസ്ഡിൽ എക്സ്ട്രാ സ്മോളാണ് കേട്ടോ. അപ്പോൾ എക്സ്ട്രാ സ്മോൾ ഉള്ള ഒരാൾക്ക് അത്യാവശ്യം നല്ല ഓവറായിട്ട് ഉണ്ടാവും. ഇങ്ങനത്തെ ടീഷർട്ട്സ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഈ ബേബർകൂഫ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഭയങ്കര നല്ലതാണ്. അത് മിന്ത്രയിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇത് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇത് ആക്ച്വലി ഞാൻ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഇത്ര നാൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഗിഫ്റ്റ് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇത് മേടിച്ചത്. അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. ഓരോരുത്തർക്കും ഓരോ വട്ട് ഞാൻ ഇങ്ങനെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് ജിമ്മിൽ പോകാൻ പറ്റിയിട്ടില്ല എന്തെങ്കിലും മേടിക്കണമെന്ന്. കാരണം കുറച്ച് നാൾ മുമ്പ് മേടിച്ചതാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ വെറുതെ മേടിക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കണ്ടിന്യൂസ് ആയിട്ട് 1-2 മാസം പോവുകയാണെങ്കിൽ ജിം ഔട്ട്ഫിറ്റ്സ് മേടിക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിട്ട് എനിക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതും നേരത്തെ കാണിച്ച പോലെ തന്നെ ജോഗേഴ്സാണ്. പക്ഷേ ഇത് കോംബോ ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇത് ഞാൻ ആക്ച്വലി ഒരു ആഡ് കണ്ടു മേടിച്ചതാണ്. ഇത് രശ്മിക മർദാന അങ്ങനെയല്ലേ ഇനി പറയാം, എന്തായാലും രശ്മിക എന്ന് പറയാം നമുക്ക്. അപ്പോൾ രശ്മിക ഇട്ടിട്ട് ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എക്സ്ട്രാ സ്മോൾ മേടിച്ചു. ഇതാണ് ടോപ്പ്, ഒരു ക്രോപ്പ് ടോപ്പ്. ഇത് ബോട്ടം ജോഗേഴ്സാണ് കേട്ടോ. ഇത് ഡിസ്കൗണ്ടിൽ 1000 രൂപയ്ക്കാണ് രണ്ടും കൂടിയിട്ട്, ടോപ്പും ബോട്ടും കൂടി. 1000 ഇല്ല, 999 ആണ് ഇതിൻ്റെ പ്രൈസ്. 1 രൂപ കുറവ്. അപ്പോൾ 1000 തന്നെ. അപ്പോൾ എനിക്കിത് നല്ല ഇഷ്ടമായപ്പോൾ ഞാൻ വിചാരിച്ചു മേടിക്കാം. ഞാൻ സ്ഥിരമായിട്ട് ജിമ്മിൽ പോകാനുള്ള ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. പിന്നെ നമുക്ക് നല്ല രസമായിട്ട് റെഡി ആയിട്ടൊക്കെ ജിമ്മിൽ പോകുമ്പോൾ അതൊരു അടിപൊളി ഫീലിംഗ് തന്നെയാണ് കേട്ടോ. ആദ്യമൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിരുന്നില്ല, പക്ഷെ ഇപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. നമ്മൾ കുറച്ച് വർക്കൗട്ട് ചെയ്ത് ആ ഒരു ഇതിലേക്കൊക്കെ എത്തുമ്പോൾ നല്ല കുറച്ച് ജിം ഔട്ട്ഫിറ്റ്സ് ഒക്കെ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു മോട്ടിവേഷനായിട്ട് തോന്നുന്നുണ്ട്. ആദ്യമേ തന്നെ കുറേ മേടിക്കേണ്ട കേട്ടോ. ആദ്യം നമുക്ക് എസെൻഷ്യൽസ്, നല്ലൊരു ഷൂ, സ്പോർട്സ് ബ്രാ, ഇതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത്. അത് കഴിഞ്ഞ് നമ്മൾ ഇത്ര നാൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് തന്നെ എന്തെങ്കിലും മേടിക്കാം. ആ രീതിക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയൊരു ചലഞ്ച് പോലെയൊക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഞാൻ മിന്ത്രയിൽ നിന്ന് മേടിച്ചു. ഇതൊരു അബദ്ധം പറ്റിയതാണ് കേട്ടോ എനിക്ക്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്കൗണ്ട് ഉള്ള സമയത്ത് ഈ പാൻസും ടോപ്പും കൂടിയിട്ട് ഒരു 800 റുപ്പീസിന് ഞാൻ കണ്ടിട്ട് മേടിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ ഇപ്പോൾ ഒരു ടോപ്പും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ എയർപോർട്ട് ലുക്സും അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് നല്ലതല്ലേ. എനിക്ക് ചോദിച്ചാൽ എപ്പോഴും എയർപോർട്ടിലേക്ക് പോകണം എന്നുള്ളതല്ല, പക്ഷെ നമ്മൾ പോകുമ്പോൾ എന്തായാലും ഫോട്ടോ എടുക്കുമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചിട്ട് എടുത്താൽ പക്ഷേ പറ്റിച്ചു. ഇതിൻ്റെ ടോപ്പ് വന്നില്ല. എനിക്ക് വേണമെങ്കിൽ റിട്ടേൺ ചെയ്യായിരുന്നു, പക്ഷേ ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നില്ല. വന്നിട്ട് നോക്കിയപ്പോഴാണ് ഈ പാൻറ്റ് മാത്രമേ ഉള്ളൂ. അതൊരു അബദ്ധമായി. അപ്പോൾ അങ്ങനെ ഈ പാൻറ്റ് മാത്രമാണെങ്കിൽ ഈ പ്രൈസിന് മേടിക്കേണ്ട കേട്ടോ. അതല്ലെങ്കിൽ ഇതൊരു നല്ലൊരു പാൻസും ടോപ്പുമാണ്. ഇത്തവണ ഞാൻ കൂടുതൽ ഇങ്ങനെ കറബറ സാധനങ്ങളാണ് കേട്ടോ മേടിച്ചത്, എന്നുവെച്ചാൽ ജിമ്മിന് വേണ്ടിയിട്ടുള്ളതും അങ്ങനെ. പിന്നെ അടുത്തത് ഇതും ഞാൻ ജിം ഔട്ട്ഫിറ്റായിട്ടും അല്ലാണ്ടെയും യൂസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് നോക്കി മേടിച്ചതാണ്. റിഗോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് കേട്ടോ. ഇത് ഈ ടോപ്പും അതേപോലെ തന്നെ ബോട്ടം എക്സ്ട്രാ സ്മോളാണ് മേടിച്ചത്, പക്ഷേ ഇത് നല്ല ലൂസ് ഉണ്ട്.
അപ്പോൾ ഞാൻ 2 ടക്ക് കൊടുത്തു കേട്ടോ. സിമ്പിളായിട്ട് ഇങ്ങനെ 2 ടക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. നല്ല രസമുണ്ട് ഇത്. ഈ ടോപ്പും ബോട്ടും കൂടി ഒരുമിച്ച് വരുമ്പോൾ നല്ലതാണ്. പിന്നെ ഒരു ബ്രാൻഡിൻ്റെയും കൂടി ഞാൻ 2 ടീഷർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് ലുക്ക് അറ്റ് ദാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് കേട്ടോ. അത് ഇങ്ങനത്തെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ടീഷർട്ടും അതേപോലെ തന്നെ ഈ ഓവർ സൈസ്ഡ് ടീഷർട്ടും ഇതൊക്കെ ആകുമ്പോൾ ഞാൻ നല്ലോണം ഉപയോഗിക്കും, കുറേ ഉപയോഗിക്കും. എപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് പോവുകയും ഒക്കെ ആകുമ്പോൾ നന്നായിട്ട് ഉപയോഗിക്കണതാണ് കേട്ടോ. മറ്റിങ്ങനത്തെ സെൽവാസും അങ്ങനത്തെ ഒക്കെ മേടിച്ചാലാണ് പിന്നെ ഞാൻ ഒരു തവണ ഉപയോഗിക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമുക്ക് അസ്വിക എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറുണ്ട്, അതിൽ നമ്മളത് റീസെല് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഓൾമോസ്റ്റ് അന്ന് ഞാൻ പറഞ്ഞൊരു 150 അത്ര ക്ലോത്ത്സ് നമ്മൾ സെല് ചെയ്തിട്ടുണ്ടെന്ന്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 180 ഓൾമോസ്റ്റ് 200 ആവാറായിട്ടുണ്ട്. അത്ര അത്യാവശ്യം നമ്മൾ നന്നായിട്ട് സെല് ചെയ്തിട്ടുണ്ട് കേട്ടോ. മാക്സിമം വില കുറച്ചിട്ട് തന്നെയാണ് ഉണ്ട്. പക്ഷെ എനിക്കറിയാം കുറച്ചൊക്കെ മെസ്സേജ് വരാറുണ്ട് വില കൂടുതലാന്ന് പറഞ്ഞു. പക്ഷെ പല ടോപ്സിന് 200 300 അങ്ങനെയൊക്കെയാണ് ഇടുന്നത്. അത് എന്ന് വെച്ചാൽ നമുക്ക് ഡെലിവറി ചാർജും ഉണ്ട്. കേരളത്തിനകത്താണെങ്കിൽ 60 രൂപയുണ്ട്. അപ്പോൾ അത് നമ്മൾ എടുക്കണില്ല. പിന്നെ നമുക്ക് ഇതിന് പിന്നിലൊരു എഫേർട്ടും ഉണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കി മെസ്സേജ് അയക്കണം, അത് പാക്ക് ചെയ്യണം, അത് കൃത്യമായി എത്തിയോ എന്നുള്ളത് കൺഫേം ചെയ്യണം, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ കൊറിയർ അയക്കാൻ പോണ സമയം, വരണ സമയം, അപ്പോൾ ആ പരിമിതികളിൽ നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തെങ്കിലും കാണിക്കാണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട് കേട്ടോ. ഞാൻ മിന്ത്രയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഈ ഹൂപ്സാണ്. ഹൂപ്സിൻ്റെ ഒരു സെറ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഹൂപ്സിൻ്റെ ഒരു ബെസ്റ്റ് പാർട്ട് എന്താ വെച്ചാൽ ഈ ഗോൾഡനിൽ വരുമ്പോൾ നമുക്ക് ഒരുവിധം എല്ലാ ഔട്ട്ഫിറ്റ്സ്, അതായത് വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് എസ്പെഷ്യലി പറയുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം ഒക്കെ അടിപൊളിയാണ് കേട്ടോ. എനിക്കിത് ഒട്ടും കളറ് പോണ പോലെ ഒന്നും തോന്നിയില്ല. അത് ഞാൻ കുറേ തവണ യൂസ് ചെയ്യണം. നമുക്കിപ്പോൾ ഈ വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് വരുമ്പോൾ എന്താ ഇപ്പോൾ ജ്വല്ലറി ഇടാന്ന് സംശയമാണെങ്കിൽ ഈ ഒരു ഹൂപ്സ് ഇട്ടാൽ മതി. ഒരു 3 സെറ്റായിട്ടുണ്ടായിരുന്നു. 3 എണ്ണത്തിനും കൂടിയിട്ട് 300 400 ആയിരുന്നു ഉണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഇവിടെ സ്ക്രീൻഷോട്ട് ഇടാം. ഇപ്പോൾ വില വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി, ഇഷ്ടമുള്ളത് കാർട്ടിലിടുക. കാർട്ടിലിട്ടിട്ട് സെയിൽ വരുമല്ലോ, സെയിൽ വരുന്ന സമയത്തോ അല്ലെങ്കിൽ ആ കാർട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുക. ഞാൻ ചെയ്യുന്നത് അങ്ങനെ കേട്ടോ. പക്ഷെ നല്ല വില കുറയണ സമയം വരുമ്പോൾ മേടിച്ചാൽ മതി. അതല്ലെങ്കിൽ ഇതൊന്നും മേടിക്കണമെന്നില്ല കേട്ടോ. ഇതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം മതി. അപ്പോൾ ഒരു എസെൻഷ്യലായിട്ട്, അതായത് മേടിച്ചാൽ നമുക്കതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും, നല്ലതായിരിക്കും എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്ന ഒരു സാധനം ഞാൻ പറയാം കേട്ടോ. ഇതാ ഈ ഹീൽസ് ഉണ്ടല്ലോ, ഇത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂഡ് ഹീൽസാണ്, പംസാണ്, ഹീൽസും വളരെ കുറവാണ്, 2 ഇഞ്ച്. നമുക്ക് ഭയങ്കര കംഫർട്ടബിളാണ്, നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 1000 രൂപയുടെ താഴെയാണ്. ആ ഒരു റേറ്റിന് തെറ്റില്ല, നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ്. ബാക്കിയൊക്കെ ഞാൻ ഇങ്ങനെ മേടിച്ചത് ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ മിന്ത്ര ഹോൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഞാൻ എല്ലാ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, ചെക്ക് ചെയ്ത് നോക്കൂ. പിന്നെ ഇത് എൻ്റെ സ്റ്റൈലിംഗ് വീഡിയോസൊക്കെ അങ്ങനെ ഉള്ളത് നമുക്ക് ഷോർട്സ് ആയിട്ട് ഇടാം കേട്ടോ. ഇങ്ങനെയാണ് ഇങ്ങനെ ടീഷർട്ട് ഇടുന്നത്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ബാക്കിൽ ജെൻസീസ് എങ്ങനെയാണ് ഇടുന്നതെന്ന് നോക്കിയിട്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അങ്ങനെയാണല്ലോ, പിന്നിൽ ഇങ്ങനെ ടക്കിൻ ചെയ്തിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഓപ്പൺ ആക്കി ഇടും. ഇമ്മക്കുട്ടി എപ്പോഴും പറയണതാ, ഞാനിങ്ങനെ എന്തെങ്കിലും ലൂസ് പാൻസും ഇങ്ങനെ ഇടുമ്പോൾ പറയും ഇങ്ങനെയല്ല, ബാക്കിൽ അമ്മ ടക്കിൻ ചെയ്യണം എന്ന് പറയും. അപ്പോൾ ഞാൻ ശരി, ജെൻസി പോലും ആയിട്ടില്ല അവൾ, എന്നിട്ട് പോലും അങ്ങനെ പറയും. അപ്പോൾ ഞാൻ പറയും ശരി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടും. അപ്പോൾ ഞാൻ സ്റ്റൈലിംഗ് വീഡിയോസൊക്കെ വരുന്ന ഷോർട്സ് വീഡിയോയിലൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ അതും ചെക്ക് ചെയ്ത് നോക്കൂ. ലവ് യു ഓൾ സോ മച്ച്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാൻ. മധുര ബൈ ബൈ.